ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 തക്കാളി, 3 സവാള, 10 അല്ലി വെളുത്തുള്ളി, അര കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി സവാള ഒന്ന് അരിഞ്ഞ് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കട്ടാക്കി സവാളയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ കല്ലുപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് ഒന്നും കൂടി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി മിക്സിയിൽ അടിച്ചതും കൂടി ആ ചെരുവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം 1/2 കപ്പ് പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു 4 മുട്ട വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് 10 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാം. ഇനി ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, ഗ്രാമ്പു, പട്ട, ഏലക്ക, ഇനി 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിയും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സാക്കി ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി പുഴുങ്ങിയ മുട്ട എടുത്ത് ആ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.